സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ക്രാഫ്റ്റ് വളരെ മിനിമലൈസ് ചെയ്തുണ്ടാക്കാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷെ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ഒത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബുക്ക് മാർക്സ് ആണ്. വെറും 1-2 എന്നല്ല 8 ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് വളരെ സിമ്പിൾ ആക്കിയത്. പക്ഷെ ഞാൻ അത് കൊണ്ടുപോയിട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കി. പിൻട്രസ്റ്റിൽ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബുക്ക് മാർക്സിന്റെ ഒരു ഐഡിയ കിട്ടിയത്. തേടി വഴി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. ഉച്ചസ്ഥായിയിൽ ഉദിച്ചിരുന്ന കുറച്ച് ഐഡിയാസും പിന്നെ അതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ കുറച്ച് ഐഡിയാസും കൂടെ ആയപ്പോൾ എല്ലാം ശുഭായി. പിന്നെ പ്രേക്ഷകരുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് ഇതിന്റെ പേര് ബുക്ക് മാർക്ക് എന്നാണ്. സോ ബുക്കുമായിട്ട് അല്പമെങ്കിലും സമീപനം ഉണ്ടെങ്കിലേ ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ഞാനൊരു മിനിമം സൈസ്ഡ് നോട്ട്ബുക്കിന്റെ ചട്ടയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മിനിമം ഒരു 8 എനിക്ക് കിട്ടി. ആ 8 യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് 8 ബുക്ക് മാർക്സ് ഉണ്ടാക്കുന്നത്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് എന്ത് പറ്റാനാന്നേ. എന്തായാലും ബുക്ക് പൊടി തട്ടി എടുക്കാനുള്ള പ്രചോദനമില്ല. പിന്നെ ആരാ ഈ പറയണേ? ഞാനാണ് ഈ ബുക്ക് തൊട്ട് നോക്കാറ് പോലും ഇല്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബുക്ക് മാർക്സ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാർഡ്ബോർഡിന്റെ യൂസ് ഇല്ല. പക്ഷെ എടുക്കുന്ന ബുക്ക് കവറിനകത്ത് പ്രത്യേകമായ ലേബിളിങ്സോ പിക്ചേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഒന്നെങ്കിൽ നല്ല കോട്ട് പെയിന്റ് അടിച്ചു കൊടുക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള പേപ്പർ യൂസ് ചെയ്യേണ്ടി വരും. ഏതായാലും അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അതേപോലെ തന്നെ 2 ബുക്ക് മാർക്സിനകത്ത് ഞാൻ വാഷി ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ ഡ്രോയിങ് സ്റ്റെപ്പുകൾ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി പനിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത് വളരെ ഡ്യൂറേഷൻ എടുത്തിട്ടാണ് വരും. സോ നമുക്ക് അത്രയും ക്ലിപ്പ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് അവോയ്ഡ് ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് റീപേ ചെയ്തുകൊണ്ടുള്ളതാണ്. എല്ലാ സ്റ്റെപ്പുകളും ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്തരം ഡിസൈൻസ് ഒക്കെ എനിക്ക് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് വലിയ റിസ്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ പഠിക്കണ്ട. അപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ആ ഫ്ലവർ വേസ് വേണോ അതോ വേറെ എന്തെങ്കിലും ഐറ്റം വേണോ എന്നുള്ളത് കമന്റ് സെക്ഷനകത്ത് പറയാൻ മറക്കണ്ട. കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബുക്ക് മാർക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 പേരുടെയും ലുക്ക് എങ്ങനെയുണ്ട്? സെറ്റ് ആയിട്ടില്ലേ? രണ്ടാമത്തെ സൈഡിൽ നമുക്ക് എന്തെങ്കിലും റൈറ്റിംഗ്സ് കൊടുക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.